വിശദമായ വാർത്തകളിലേക്കാണ്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെ പാർലമെന്റിൽ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പെല്ലറ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നിലപാട് കടുപ്പിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്നും ആവശ്യം ശക്തമാക്കാനും പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനു ശേഷമുള്ള പാർലമെന്റാണ് ഇന്ന് ചേരുന്നത്. ഇന്ന് സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധം നടത്താനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. മാപ്പ് പറയണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ആഴ്ച ഈ CJPക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും അനുകൂലമായി പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ പാർലമെൻറ്റിൽ ഈ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം നമുക്കറിയാം അന്ന് സഭ പലതവണ പിരിയുകയും ചെയ്തു. അത് പിന്നീടാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഉണ്ടായിരിക്കുന്നത്. രാജിക്ക് ശേഷം ചേരുന്ന ഇന്നത്തെ പാർലമെൻറ്റ് യോഗത്തിലും എന്തായാലും ശക്തമായി തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടെല്ലാം ഈ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ അവതരിപ്പിക്കും. ജിതേന്ദ്ര സിംഗാണ് ഈ ബില്ല് അവതരിപ്പിക്കുക. അങ്ങനെ അവതരിപ്പിക്കുമ്പോഴും എന്താണ് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ നിലപാടെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇന്ന് ഇന്ത്യ മുന്നണി രാവിലെ തന്നെ യോഗം ചേരും. ആ യോഗത്തിന് ശേഷമായിരിക്കും ഈ ബില്ലുമായി ബന്ധപ്പെട്ട് തങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കണമെന്ന ഒറ്റക്കെട്ടായ ഒരു തീരുമാനമായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. അങ്ങനെ ഒരു സാധ്യത പരിശോധിക്കുമ്പോൾ എന്തായാലും ഈ ബില്ലിന് അനുകൂലമായൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അങ്ങനെ ബില്ലിന് അനുകൂലമായി എത്തുമ്പോഴും ഈ സമരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അതിക്രമം ഉണ്ടായതായി ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി ഒരു കത്ത് നൽകിയിരുന്നു. പെല്ലറ്റ് അടക്കമുള്ളവ വിദ്യാർത്ഥികൾക്കെതിരെ എന്തിനു പ്രയോഗിച്ചു, അങ്ങനൊരു സാഹചര്യമില്ലാത്തപ്പോൾ എന്തിനാണ് ഇത്രയും ക്രൂരമായൊരു അതിക്രമം ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി ഇന്നലെ കത്ത് നൽകിയിരുന്നു. ആ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പല വിഷയങ്ങളും ഇന്ന് പ്രതിപക്ഷം പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഇന്ന് സഭയിൽ ഉന്നയിക്കും. ആ പശ്ചാത്തലത്തിൽ തന്നെ ഇന്നും സഭയിൽ വലിയ രീതിയിൽ വാക്കുതർക്കങ്ങൾക്കാണ് സാധ്യത. മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇത് സഭയ്ക്ക് പുറത്തും അതോടൊപ്പം തന്നെ അകത്തും ഒരുപോലെ ഉന്നയിച്ചു ഈ പ്രശ്നം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. കാരണം ഈ സഭായോഗം ചേരുന്നതിന് മുൻപ് പ്രതിപക്ഷ പാർട്ടികൾ ഐക്യമില്ലെന്നൊരു വിമർശനമുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ വലിയൊരു ഐക്യം തന്നെയായിരുന്നു ഈ സഭാ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോയി BJPയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുവാനാണ്, ഈ പ്രശ്നം കൂടുതൽ തന്നെ ചർച്ചയാക്കുവാനാണ് കോൺഗ്രസിൻ്റെ എല്ലാം തീരുമാനം. എന്തായാലും ഇന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു ദിനമാണ്. കഴിഞ്ഞ ആഴ്ച പല ബില്ലുകളും സഭയിൽ പാസ്സാക്കുവാൻ, പല പ്രധാനപ്പെട്ട ബില്ലുകളും സഭയിൽ പാസ്സാക്കാൻ BJP കഴിഞ്ഞിരുന്നില്ല. ആകെ പരിഗണിച്ചത് ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ഒരു ബില്ലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡല പുനർനിർണയം അടക്കമുള്ള പല ബില്ലുകളും ഈ സെക്ഷനിൽ ഈ സമ്മേളന കാലയളവിൽ പരിഗണിക്കുമെന്ന് തുടക്കം മുതൽ തന്നെ BJP അവകാശപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ, അങ്ങനെ പല ബില്ലുകളും പരിഗണിക്കാനുള്ള ഒരു അവസരം ഈ സമ്മേളനത്തിൽ നടക്കുമോ എന്ന് തന്നെ ഇപ്പോഴുള്ള അവസ്ഥയിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് BJP നേതാക്കൾ ഉൾപ്പെടെ. അത്രത്തോളം വലിയൊരു പ്രതിഷേധമാണ് കഴിഞ്ഞ ആഴ്ച കണ്ടത്. അപ്പോൾ അതിനനുകൂലമായൊരു പ്രതിഷേധം തന്നെയായിരിക്കും ഇന്നും കാണാനിടയുള്ള. അമിത്ഷായ്ക്ക് ഇന്നലെ രാഹുൽ ഗാന്ധി കത്തയച്ചിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അതിക്രമത്തിൽ നരേന്ദ്രമോദി തന്നെ മാപ്പ് പറയണമെന്നാണ്. നരേന്ദ്രമോദി ഈ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. വെറുതെ ഈ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ചില വീഡിയോകൾ ഇട്ട് ഇതാണോ ഈ പ്രശ്നത്തിനുള്ള പരിഹാരമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് CJPയും കൂടുതൽ തന്നെ പല കാര്യങ്ങളിലും തങ്ങളുടെ നിലപാട് ഇന്ന് വ്യക്തമാക്കുമെന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. എന്തായാലും സഭാ സമ്മേളനം ഇന്നും കൂടുതൽ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. ശരി, വ്യക്തമാണ്. എന്തായാലും പരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും തീരുമാനം. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പെല്ലറ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയും നിലപാട് കടുപ്പിക്കാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്ന ആവശ്യം ശക്തമാക്കാനുമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KJ ശ്രീജിത്താണ്.